ഈ പാപം നൽകുന്ന സന്തോഷമുണ്ട്. ഇന്ന് കുടിച്ച് ആവോളം മദ്യപിച്ചു, ആ രാത്രിയിലെ സന്തോഷം, പിറ്റേ ദിവസം അസ്വസ്ഥതയാണ്. അല്ലെങ്കിൽ കുറെ സമയം മണിക്കൂറുകളോളം ഒരാളെ വിളിച്ച് സംസാരിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ആ തിന്മയുടെ മേഖലയൊക്കെ വരുമ്പോൾ ആ ഒരു സുഖമുണ്ട്. അല്ലെങ്കിൽ ഒരു ശരീര സുഖമുണ്ട്, ആസക്തിയുമായിട്ട് ബന്ധപ്പെട്ട സുഖമുണ്ട്. ഈ സുഖങ്ങൾ ഇപ്പോൾ സന്തോഷമാണെങ്കിൽ പിന്നീട് അതിനെ ഓർക്കുമ്പോൾ അതൊരു വേദനയായിട്ട് മാറാറുണ്ട്. എന്നാൽ ഈ മനസാക്ഷിയുടെ സന്തോഷം എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മളെങ്ങനെ എപ്പോഴും നമ്മളെ നയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇറച്ചിപ്പാത്രത്തെ സ്നേഹിക്കുന്ന ഈജിപ്തിന്റെ അരൂപി, അതായത് ഇറച്ചി കഴിക്കുന്നില്ല, പാത്രത്തിനടുത്തേ ഇരിക്കുന്നുള്ളൂ, പക്ഷെ അതും ഒരു സന്തോഷമാണ്. ആ സന്തോഷമാണ് വലുത് എന്ന് വെച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് കർത്താവ് ആകാശത്തു നിന്ന് മന്ന നൽകി ദൈവദൂതന്മാരുടെ അപ്പം നൽകുമ്പോഴും ആ അപ്പത്തെക്കാൾ ഇറച്ചിപ്പാത്രത്തിന്റെ അടുത്തിരിക്കുന്നതിന് സന്തോഷത്തോടെ കാണാറുണ്ട്. ഒരു പരിശുദ്ധ കുർബാനയിലൂടെയും അല്ലെങ്കിൽ ഒരു വചനത്തിലൂടെയും അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിലൂടെ കിട്ടുന്ന സന്തോഷത്തിന്റെ അതും നമ്മുടെ ജീവിതത്തിൽ പാപം ഒളിപ്പിച്ച് വെച്ച് കിട്ടുന്ന സന്തോഷവും നമ്മൾ താരതമ്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്റെ സന്തോഷമുണ്ട്, ജഡത്തിന്റെ സുഖങ്ങളും ആത്മാവിന്റെ സന്തോഷവും രണ്ടും രണ്ടാണ്. പാപം നൽകുന്ന സുഖത്തെ വലുതായി കാണുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അടിമത്ത്. പാപം നൽകുന്ന സുഖത്തെ വലുതായി കാണും, ഇതാണ് ഏറ്റവും വലുത്. നശിച്ച ഒരു അവസ്ഥയിലൂടെ കഴിയുന്നതാണ് ഏറ്റവും വലുത്. പാപസന്തോഷങ്ങളാണ് ഏറ്റവും വലുത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ കഴിയുക. അറിഞ്ഞിട്ടും പാപത്തെ താലോലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്നത് വലിയൊരു തകർച്ചയാണ്. നിങ്ങൾ പരിശോധിക്കുക, ഇപ്പോൾ ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ നശിക്കുമെന്ന് ഉറപ്പുള്ള വിധത്തിലുള്ള പാപ സന്തോഷങ്ങളും സുഖങ്ങളും ബന്ധങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടതല്ലേ? എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ? നമുക്കും ആഗ്രഹിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ ഒരു വലിയ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, പാപം നൽകുന്ന സുഖത്തിൽ നിന്ന് മോചിതരായി ദൈവം നൽകുന്ന ആനന്ദത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.